ദില്ലിയിലെ IAS കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി 3 വിദ്യാർത്ഥികൾ മരിച്ചു. എറണാകുളം അങ്കമാലി സ്വദേശി നെവിൻ ഡാൽവിൻ ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. സ്ഥലത്ത് ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സംഭവസ്ഥലം വി ശിവദാസൻ MPയും VP സാനുവും സന്ദർശിച്ചു. സംഭവത്തിൽ കോച്ചിംഗ് സെന്റർ ഉടമ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. ദാരുണമായ അപകടമുണ്ടായത് ഓൾഡ് രാജേന്ദ്ര നഗറിലെ റാവൂസ് IAS കോച്ചിംഗ് സെന്ററിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികളാണ് ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ മരിച്ചത്. എറണാകുളം അങ്കമാലി സ്വദേശി നെവിൻ ഡാൽവിനാണ് മരിച്ച മലയാളി വിദ്യാർത്ഥി. JNU ക്യാമ്പസിലെ മുൻ ഗവേഷക വിദ്യാർത്ഥിയായ നെവിൻ പാർട്ട് ടൈമായി സിവിൽ സർവീസ് പരിശീലിച്ച് വരികയായിരുന്നു. കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും സമീപത്തുള്ള ഓട പൊട്ടിയൊഴുകിയ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് വെള്ളം ഇരച്ചെത്തുകയുമായിരുന്നു. 40-ലധികം വിദ്യാർത്ഥികൾ ബേസ്മെന്റിന്റെ ലൈബ്രറിയിൽ അപകട സമയം ഉണ്ടായിരുന്നു എന്നാണ് വിവരം. സംഭവത്തിൽ കോച്ചിംഗ് സെന്ററിന്റെയും സർക്കാരിന്റെയും അനാസ്ഥ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ ശക്തമായി പ്രതിഷേധിച്ചു. റോഡിൽ കുത്തിയിരുന്നായിരുന്നു മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം. പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള എമർജൻസി എക്സിറ്റ് പോലും ഉണ്ടായിരുന്നില്ലെന്ന് ഇവിടെ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ പറയുന്നു. ഇവിടെ ഓൾറെഡി മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളമാണ്. ഇന്നലെ ബേസ്മെന്റിൽ വെള്ളം ഡ്രൈനേജിൽ നിന്ന് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ താഴത്തെ ഫ്ലോർ ആയതുകൊണ്ട് ഈ പുറത്തേക്കുള്ള ലൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ AC ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഡോറുകൾ മൊത്തം അടച്ചിട്ടേക്കായിരിക്കും ഫുൾ ടൈം. അപ്പോൾ പെട്ടെന്നുള്ള ഒരു വെള്ളം വന്ന കാരണം കൊണ്ട് പിള്ളേർ പാനിക്കായിട്ടുണ്ടാവാനാണ് ചാൻസ്. സാധാരണഗതിയിൽ ഒരു മണിക്കൂറിൻ്റെ മഴയിൽ തന്നെ ഏതാണ്ട് നമ്മുടെ അരപ്പൊക്കം വെള്ളം ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇന്നലെ കുറച്ചുകൂടി ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചുകൂടെ ഉയർന്ന ഒരു ലെവലിലേക്ക് പോവുകയും വെള്ളത്തിൻ്റെ പ്രഷർ കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗേറ്റ് തന്നെ തകർന്നു പോകുന്ന അവസ്ഥ വന്നു. അപ്പോൾ അത്രയും നേരം തങ്ങി നിന്നിരുന്ന വെള്ളം ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഓവർഫ്ലോ ആവുകയും അണ്ടർഗ്രൗണ്ടിലായിരുന്ന ലൈബ്രറിയിലേക്ക് കുത്തി ഒഴുകി പോവുകയായിരുന്നു. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പൂർണ്ണമായി ലൈബ്രറി വളരെ സ്പേഷ്യസ് ആയ ലൈബ്രറിയാണ്. അത്രയും സ്പേഷ്യസ് ആയ ലൈബ്രറി വലിയൊരു കുളം പോലെ രൂപപ്പെടുകയും രക്ഷപ്പെടാൻ സാധിച്ചവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. സംഭവ സ്ഥലത്ത് വി ശിവദാസൻ MPയും SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനുവും സന്ദർശിച്ചു. മലയാളി വിദ്യാർത്ഥികളുമായി ഇരുവരും സംസാരിച്ചു. പക്ഷേ ഈ വേദനാകരമായിട്ടുള്ള സംഭവത്തിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒന്ന്, ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർക്കെതിരായിട്ടുള്ള നടപടി ആദ്യം ഉണ്ടാവണം. 2, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ മുകളിൽ അന്വേഷണം ഉണ്ടാവണം. സംഭവത്തിൽ ദില്ലി സർക്കാർ പ്രഖ്യാപിച്ച മജിസ്ട്രേറ്റിയൽ അന്വേഷണം തുടരുകയാണ്. കോച്ചിംഗ് സെന്റർ ഉടമയും കോർഡിനേറ്ററും ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തതായി ദില്ലി പോലീസ് അറിയിച്ചു. കോടികൾ മുടക്കി പരസ്യം ചെയ്യുന്ന ഇത്തരം അക്കാദമികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും പരിണിത ഫലവുമാണ് ഈ ദുരന്തം. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം CB ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.